about gyroscopic couples. Last class we discussed the mathematical relation that expresses the magnitude of gyroscopic couple. That equation was C is equal to C or T, whatever symbol you may use, is equal to the product of I, omega and omega T. I hope you remember. We came to this relation by understanding what was the angular acceleration. Now, the total terminologies like angular acceleration, gyroscopic coupling, all were related to. We took an example of a body which was spinning about an axis, and that particular axis is also having a rotational motion which was known as precession. ഓർമ്മയുണ്ടോ? Yes, sir. Hello, sir. Hello. Okay, so last day നമ്മൾ എടുത്ത ആക്സിസ് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ this was our spinning body, and spinning body had an angular velocity omega. So ഈ OX നെയായിരുന്നു നമ്മൾ സ്പിൻ ആക്സിസ് ആയിട്ട് എടുത്തത്. Axis of spin ആയിട്ട് എടുത്തത്. Now it is having a small change. ആ axis of spin ൽ certain rotation കൊടുത്തു. അതിന്റെ angular displacement delta theta കൊടുത്തു. And the axis of spin changes to OX dash now. Now, axis of spin direction change in it's about the OY axis, which is known as precession axis, like axis of precession. So, this is about the angular velocity number omega p and all. ഈ ഫിഗർ ഓർമ്മയുണ്ടോ? Yes, sir. So നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്തത് വെലോസിറ്റി വെക്ടർ O to A. ഇത് ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ആയിരുന്നു. ആഫ്റ്റർ a change of delta t time, t seconds time, or the angular displacement after delta theta. B എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്ക് നമ്മൾ സെക്കൻഡ് വെക്ടർ വരച്ചു. സോ ഈ A to B എന്നുള്ളതായിരുന്നു ചേഞ്ച് ഇൻ the values here, അല്ലേ? So basically this is a spinning disk. The disk will have a moment of inertia. Rotating ആയതുകൊണ്ട് നമുക്ക് moment of inertia എന്ന് പറയാം, മാസിന് പകരം. So definitely there will be ഒരു angular velocity ഒരു moment of inertia കൂടി ചേരുന്ന സമയത്ത് there will be angular momentum, അല്ലേ?
സോ ഈ എ ബി എന്ന് പറഞ്ഞ് കാണിച്ച ഈ വെക്ടറിന് നമുക്ക് എന്ത് ചെയ്യാം, അതായത് നമ്മൾ ഈ റെപ്രസെന്റ് ചെയ്യുന്ന ഇതേ ഫിഗർ നമുക്ക് ആംഗുലർ മൊമെന്റം വെക്ടേഴ്സ് ആയിട്ടും ഡിസ്ക്രൈബ് ചെയ്യും. ഒ എ എന്നത്, അതായത് ആംഗുലർ വെലോസിറ്റിന്റെ വെക്ടർ എങ്ങനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് പഠിച്ചത്. ലുക്കിംഗ് ഫ്രം ദിസ് സൈഡ്, ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ രീതിയിലാണ് പോകുന്നത് അല്ലെ. ഇവിടെ നിന്നാണ് ഞാൻ നോക്കുന്നതെങ്കിൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇങ്ങോട്ടേക്കാണ് വെക്ടർ പോകുന്നത്. സോ ഈ വെക്ടർ ആംഗുലർ വെലോസിറ്റി ആണെങ്കിൽ അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും ഇതിന് ആംഗുലർ മൊമെന്റത്തിന് ഉണ്ടാകുന്നത്. സോ ഒ എ നമുക്ക് ആംഗുലർ മൊമെന്റം വെക്ടർ ആയിട്ടും ഐ ക്യാൻ റെപ്രസെന്റ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ്, ഡെഫിനറ്റ്ലി സെയിം ആംഗിൾ സെയിം ഡയറക്ഷനിലേക്ക് ആംഗുലർ മൊമെന്റം വെക്ടർ പോവാം. സോ ഒ ബി എന്നത് എന്തായി, സെക്കൻഡ് ഫേസിലെ ആംഗുലർ മൊമെന്റം വെക്ടർ ആയി. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒ ബി എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ഒമേഗ ആവും, ആംഗുലർ മൊമെന്റം ആവും അല്ലെ. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദിസ് ആംഗുലർ മൊമെന്റം അല്ലെങ്കിൽ ഈ എ ബി എന്ന് പറഞ്ഞ ചേഞ്ച് ഇൻ ആംഗുലർ മൊമെന്റം തന്നെയാണ് നമ്മൾ എന്താ പറയാ കപ്പിൾ എന്ന് പറയുന്നത് അല്ലെ. ഈ കപ്പിളിനാണ് നമ്മൾ ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത്. ഓർ ദിസ് എ ബി, ഇവിടെ നിങ്ങളുടെ ഈ എ ബി എന്താ പറയാ, ദിസ് ഈസ് ചേഞ്ച് ഇൻ ആംഗുലർ മൊമെന്റം. Change in angular momentum with respect to time gives us a couple, and this couple is nothing but the gyroscopic couple. ഈ കപ്പിളിനെ നമ്മൾ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയും. ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ, ഗൈറോ കപ്പിൾ എന്നാണ് ഞാൻ എഴുതുന്നത്. ഇഫ് ദർ ഈസ് എൻ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ, ഡെഫിനറ്റ്ലി അതിനൊരു റിയാക്ഷൻ കൂടി ഉണ്ടാവും. ഇത് നമ്മൾ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയും. This is known as reactive gyroscopic couple. ഈ വെക്ടർ എ ബി റെപ്രസെന്റ് ചെയ്യുന്ന ചേഞ്ച് ഇൻ ആംഗുലർ മൊമെന്റത്തിന്, ഈ ചേഞ്ച് ഇൻ ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ അത് ഉള്ളത് ഏത് പ്ലെയിനിലാണ്? ഈ ഫിഗർ ഞാൻ വരക്കുന്നത് when I look at this structure from the top, ഇതിന് മേലെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന രീതിയിലാണ് ഞാൻ വരക്കുന്നത്. ദാറ്റ് മീൻസ് എ ബി ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒ എക്സ് സെഡ് അല്ലെങ്കിൽ ഒ സെഡ് എക്സ് എന്ന് പറഞ്ഞൊരു പ്ലെയിനിലാണ് എനിക്ക് ചേഞ്ച് ഇൻ ആംഗുലർ മൊമെന്റം കിട്ടുന്നത്. ഈ ഫ്ലാറ്റ് പ്ലെയിൻ, ഇവിടെ ഒരു ഫ്ലാറ്റ് പ്ലെയിൻ ഉണ്ട് വിചാരിക്കാം. It is represented by OXZ or OZX. Now, ഈ ZOX അല്ലെങ്കിൽ OXZ എന്ന് പറഞ്ഞാൽ this is plane of precession itself. ഈ ആക്സിസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന പ്ലെയിൻ ഓഫ് പ്രൊസിഷൻ തന്നെയാണ് ഈ XOZ അല്ലെങ്കിൽ OZX എന്ന് പറഞ്ഞ പ്ലെയിൻ. Now, suppose if this delta theta is very very small, അത് വളരെ ചെറുതാണ്, ഇഗ്നോർ നമുക്ക് we can neglect that value. This AB becomes perpendicular to X over Y plane. അതായത് ഈ എ ബി എന്ന സാധനം, അതായത് ഈ എ ബി, ഈ ഡെൽറ്റ തീറ്റ വളരെ ചെറുതാണെങ്കിൽ ഇതിനിങ്ങനെ കേർവ് ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ. ആ സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയായിരിക്കും? എക്സ് ഓ വൈ എന്ന് പറഞ്ഞ ഈ പ്ലെയിൻ, അതായത് ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്, ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്. ഇത് വൈ ആണ്, ഇത് ഓ ആണ്, ഇത് സെഡ് ആണ്, എക്സ് ആണ്. 3 പ്ലെയിൻ ഉണ്ട്. ഇപ്പൊ ഈ എ ബി ഉള്ളത് ഈ പ്ലെയിനിലാണ്, എക്സ് ഓ സെഡ് പ്ലെയിനിലാണ്. ഇത് കേർവ്ഡ് ഷേപ്പ് ആവാൻ കാരണം ഡെൽറ്റ തീറ്റ നമ്മൾ എവിഡന്റ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ്. ഇഫ് ഡെൽറ്റ തീറ്റ ഇസ് വെരി സ്മോൾ, അത് വളരെ നെഗ്ലിജിബിൾ ആണെങ്കിൽ ഈ എ ബിനെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണിക്കാം. അപ്പൊ ഒരു എ ബി സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഈ പ്ലെയിനിലുള്ള എ ബി, അതായത് ഈ പ്ലെയിനിലുള്ള എ ബി സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് എക്സ് ഓ വൈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയ രീതിയിൽ നമുക്ക് സങ്കല്പിക്കാം. വി ക്യാൻ ജസ്റ്റ്, ദാറ്റ് മീൻസ് ഹൗ വി അറൈവ് അറ്റ് ദാറ്റ് result is by just assuming delta theta, the value of delta theta is very very small, which can be neglected for the time being.
Hello. Hello. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. Okay, sir. Yes, sir. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ. Yes, sir. സോ ബേസിക്കലി സിമ്പിൾ ആയിട്ട് എടുത്താൽ ഇങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. അതായത് OX എന്നുള്ള ആക്സിസ് ഓഫ് സ്പിൻ ആണ്. ഇതിനാണ് സ്പിന്നിങ് ഡിസ്കിലെ ആംഗുലർ വെലോസിറ്റി. ദാറ്റ് മീൻസ് ZOY അല്ലെങ്കിൽ YOZ ഇങ്ങനെയുള്ള ആംഗുലർ വെലോസിറ്റി ഇതെന്താണ്? ഒമേഗയാണ് സ്പിന്നിങ് ഡിസ്കിൽ. ഈ ആംഗുലർ വെലോസിറ്റി ഉള്ള ആക്സിസ് OX ആണ്, ആക്സിസ് ഓഫ് സ്പിൻ ആണ്. ബട്ട് ഈ ഒമേഗ എന്നുള്ളതിന്റെ പ്ലെയിൻ YOZ ആണ്. സോ ദിസ് ബിക്കംസ് പ്ലെയിൻ ഓഫ് സ്പിൻ. പ്ലെയിൻ ഓഫ് സ്പിൻ ആണ്. നെക്സ്റ്റ് ZOX എന്നുള്ള പ്ലെയിനുമായി ബന്ധപ്പെട്ടാണ് ഈ സാധനം തിരിയുന്നത്. വാട്ട് ഈസ് ആക്ച്വലി OY? OY എന്ന് പറഞ്ഞ ആക്സിസ് ഓഫ് പ്രിസിഷൻ ആണ്. About which the OX എന്ന് പറഞ്ഞ ആക്സിസ് takes its angular rotation. So ZOX or OXZ becomes the plane of precession. The plane of precession ആയി മാറും. Plane of spin and plane of precession we have understood. Now, since both are perpendicular, the plane for gyroscopic couple becomes a plane which is mutually perpendicular to the plane of spin as well as plane of precession. ഇതിനെ രണ്ടിനും mutually perpendicular ആയിട്ടുള്ള പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് YOX അല്ലെങ്കിൽ XOY. So this becomes plane of couple. Gyroscopic couple. പ്ലെയിൻ ഓഫ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ ഓഫ് കപ്പിളിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിലൂടെ ആയിരിക്കും എപ്പോഴും എന്തുണ്ടാവുക? ഈ ഗൈറോസ്കോപ്പിക് കപ്പിൾ പോവുക അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ ഡയറക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി പറയാം, ഈ ആംഗുലാർ മൊമെന്റം വെക്ടർ ഓർ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെന്റം വെക്ടർ എങ്ങനെയാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഓൾവേസ് എന്തുണ്ടാവുക? കപ്പിൾ ഉണ്ടാവുക. ആ കപ്പിളിൽ തന്നെ we have an active gyroscopic couple as well as the exact opposite. അതിന് exact opposite ആയിട്ട് വരുന്നത് is a reactive gyroscopic couple. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Yes, sir. നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? C is equal to I into omega P ആണല്ലേ. Now when omega P equal to 0, what happens? C is also 0. അവിടെ ഒരു ഗൈറോസ്കോപ്പിക് കപ്പിൾ ഉണ്ടാവില്ല. അതായത് just imagine ഒരു ടേബിൾ ഫാൻ, മനസ്സിലൊരു ടേബിൾ ഫാൻ ആലേക്കോ, it will never experience a couple as long as the axis of spin is fixed. അത് കറങ്ങുന്ന ആക്സിസ് ഫിക്സഡ് ആണെങ്കിൽ ഒരിക്കലും അതിൽ എന്തുണ്ടാവില്ല? ഗൈറോസ്കോപ്പിക് കപ്പിൾ ഉണ്ടാവില്ല. നമ്മളുടെ സീലിംഗ് ഫാൻ ഒരു കാരണവശാലും ഗൈറോസ്കോപ്പിക് കപ്പിൾ ഉണ്ടാവില്ല. ബട്ട് ഒരു ടേബിൾ ഫാനിൽ വെൻ യു ആ ഫാനിന്റെ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഫാനിന്റെ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രം ദാറ്റ് മൊമെന്റ് ദാറ്റ് വിൽ സ്റ്റാർട്ട് എക്സ്പീരിയൻസിങ് വാട്ട്? ഗൈറോസ്കോപ്പിക് കപ്പിൾ. കാരണം അന്നേരം മുതൽ ഒമേഗ പി അറ്റൈൻസ്
starts attaining certain values. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. Okay. Now, see, ഇങ്ങനെ വരച്ച ഈ ഒ എ ബി എന്ന് ഒ ബി എ ബി എന്നൊക്കെ പറഞ്ഞ വെക്ടർ ഈ പ്ലെയിനിലാണ്, പ്ലെയിൻ ഓഫ് ദ ബോർഡാണ്. അതിനെ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കുന്നതായിരിക്കും. ഈ ബോർഡിനെ ഞാൻ മൊത്തത്തിൽ എടുത്തിട്ട് ഇങ്ങനെ ടിൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് വെക്കുന്നു. ദാറ്റ് മീൻസ് ഇപ്പൊ ഇതാണ് എന്ത്, ഈ ഡയറക്ഷൻ ആണ് ഒ എ. ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വെച്ചാൽ ഇത് ഒ ബി ആയി. ഇവിടുന്ന് ഇങ്ങോട്ടാണ് എന്തെന്ന് എ ബി ഉള്ളത്, അവിടുന്ന് ഇങ്ങോട്ടാണ് ബി എ ഉള്ളത്. എ ബി ചെറുതെ കർവേച്ചർ ഉണ്ട് ബിക്കോസ് വി ഹാവ് എ ഡെൽറ്റ തീറ്റ. ഡെൽറ്റ തീറ്റ നെഗ്ലിജിബിൾ ആണെങ്കിൽ എ ബി കർവേച്ചർ ആയിട്ട് കാണാം, സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് കാണാം. സോ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ എവിടെയും ബി എവിടെയാണ് അല്ലെ, എ എവിടെയും ബി എവിടെയാണ്. Now apply the same right hand thumb rule with the direction of angular momentum. Angular momentum A ഇവിടെയും ബി ഇവിടെ, ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ ഞാൻ എന്റെ തമ്പ് എന്ത് ഈ ഡയറക്ഷനിലുണ്ട്, എന്നിട്ട് മൈ ഫിംഗേഴ്സ് വിൽ ബി കേളിംഗ് ലൈക്ക് ദിസ്. ഫിംഗേഴ്സ് ഇങ്ങനെ കേൾ ചെയ്ത് ആംഗുലർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ അഗേൻസ്റ്റ് തമ്പ് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ കേളിംഗ് ഡയറക്ഷനിലായിരിക്കും ഗൈറോസ്കോപ്പിക് കപ്പിൾ ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? Yes, sir. കഴിഞ്ഞ ദിവസം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എവിടെ അപ്ലൈ ചെയ്തത്? ആംഗുലാർ വെലോസിറ്റിക്ക് അപ്ലൈ ചെയ്തത്. ആംഗുലാർ വെലോസിറ്റി കൊണ്ട് ആ ബോഡി ഏത് ഡയറക്ഷനിൽ സ്പിൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. നൗ ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ മൊമെന്റും സെയിം ഡയറക്ഷനിലായിരിക്കും. സോ നൗ വി അപ്ലൈ ദ സെയിം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ടു ആംഗുലാർ മൊമെന്റം വെക്ടർ. കാരണം ആംഗുലാർ മൊമെന്റം വെക്ടർ ഇങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിലായിരിക്കും കപ്പിൾ ഉണ്ടാവും. സോ ഇഫ് എ മുതൽ ഇങ്ങോട്ടേക്കുള്ളത് ഈസ് ദി ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ and I use my thumb to show the direction of the, sorry, A to B is the change in angular momentum. And if I show the direction of my thumb towards the same, and the fingers curl in the direction, this will be the direction of active gyroscopic couple. So A to B എന്നുള്ളത് ഒരു ആംഗുലർ മൊമെന്റത്തിന്റെ വെക്ടർ ആണെങ്കിൽ അവിടുന്ന് എക്സാക്ട് ഓപ്പോസിറ്റ് ബി ടു എ എന്ന് പറഞ്ഞ റിയാക്ഷൻ വരുന്നത്. ആ ബി ടു എ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ആയിട്ട് എടുക്കും. ദാറ്റ് മീൻസ് ബി ഇവിടെ എ ഇവിടെ. ഞാൻ അപ്ലൈ മൈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഈ ഡയറക്ഷനിലാണ് വെലോസിറ്റി ഈ ആംഗുലർ മൊമെന്റം വരുന്നത്, ബിയിൽ നിന്ന് എയിലേക്ക്. സോ ഇതിങ്ങനെ മൈ ഫിംഗർ ലൈക്ക് ദിസ്, ഈ രീതിയിലാണ് ഞാൻ കേൾ ചെയ്യുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ദ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ എഫക്ട് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, നൗ always effect of couple on a moving body normal, that is always the effect of the reactive gyroscopic. ആ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ എഫക്റ്റ് ആണ് നമ്മൾ എപ്പോഴും പഠിക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഇതിന്റെ എഫക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത്രയും നേരം നമ്മൾ പ്രാക്ടിക്കൽ തിയറീസ് ആണ് നോക്കിക്കോളും. ആക്ച്വൽ ആയിട്ട് ഒരു മൂവിംഗ് ബോഡിയിൽ ഇതിന്റെ എഫക്ട് എങ്ങനെ ഉണ്ടാവുന്നത് ലെറ്റ് us see. ഒരു എയറോപ്ലെയിനെ റെപ്രസെന്റ് ചെയ്തതെന്ന് വിചാരിക്കും. ഓക്കെ, എയറോപ്ലെയിൻ ട്രൈ ചെയ്യുന്നുണ്ട്. എയറോപ്ലെയിന്റെ ഇവിടെ പ്രൊപ്പല്ലർ ഉണ്ട്. പ്രൊപ്പല്ലർ എഞ്ചിനിലാന്നുണ്ടാവും. ഞാൻ തൽക്കാലം ഇവിടെ കാണിക്കുന്നതാണ്. പ്രൊപ്പല്ലർ എടുത്ത് കാണിക്കാൻ വേണ്ടി ഞാൻ പ്രൊപ്പല്ലറിന്റെ രണ്ട് ബ്ലേഡ് കാണിച്ചിട്ട് just imagine a propeller is situated there. Now,
Let us study the effect of rear gyroscopic couple on a moving aeroplane. When the propeller is rotating in the anti-clockwise direction and the plane is having a left rotation, plane is taking a left turn. I'm going to explain to you the effect of gyroscopic couple on a moving aeroplane. Then, and the condition on the propeller is rotating anti-clockwise. Okay. Plane is taking a left turn. Plane മൊത്തത്തിൽ ലെഫ്റ്റ് ടേൺ എടുക്കുന്നു. ഈ സമയത്ത് ഇതൊരു മൂവിങ് ബോഡിയാണ്. പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് ഇതാണ്. അതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എയറോപ്ലെയിൻ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ടേൺ എടുക്കുന്നുണ്ട്. സോ ആ സമയത്ത് ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഡെവലപ്മെന്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് എഫക്ട്സ് ദ മോഷൻ ഓഫ് ദ ബോഡി. ഈ ബോഡീനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നത്. ഇത് ആലോചിക്കുക. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നു, പ്ലെയിൻ ഈസ് ടേക്കിംഗ് എ ലെഫ്റ്റ് ടേൺ. ഇനിയത്തെ എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. What I am going to do is, I am going to place the observer here. ഇവിടെ ഒരു ഒബ്സർവർ ഉണ്ട്. He is looking from this direction. ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ പ്രൊപ്പല്ലറിന് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. Propeller or rotating part of the body is having an anti-clockwise direction like this. അതിന്റെ വാല്യൂ ഒമേഗയാണ്. ഇതിന് ആംഗുലർ വെലോസിറ്റി ഒമേഗ റൊട്ടേഷൻ ഉണ്ടെങ്കിൽ there should be a rotating axis. ആ rotating axis ഇങ്ങനെയാണ്. Now this becomes what? Axis of spin. The axis of spin now. ഞാൻ ഇവിടെ നോക്കുന്നു. I am going to apply the right hand thumb rule. ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ നിന്നാണ് ഞാൻ നോക്കുന്നത്. ഞാൻ എന്റെ ഫിംഗേഴ്സ് ഇങ്ങനെ കേൾ ചെയ്യും അല്ലേ? ഇവിടെ മനസ്സിലാകുന്നില്ലേ? കേൾ ചെയ്യുന്ന മനസ്സിലാകുന്നില്ലേ? ഹലോ ഹലോ സർ, ഞാൻ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നോക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫിംഗേഴ്സ് കേൾ ചെയ്യാം. അപ്പൊ എന്റെ തമ്പ് ഏത് ഡയറക്ഷനിലാണ്? ഇങ്ങോട്ട് ഉണ്ടാവും അല്ലെ? തമ്പ് ഈ ഡയറക്ഷനിലാണ്. ദാറ്റ് മീൻസ് ഈ ഡയറക്ഷനിലേക്കാണ് ഇനി എന്തുണ്ടാവുന്നത്? എന്റെ ആംഗുലാർ വെലോസിറ്റി വെക്ടർ ഒമേഗ വെക്ടർ ഉണ്ടാവുന്നത് ഈ ഡയറക്ഷനിൽ. ഒമേഗ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ if this is the direction of omega, ഇതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ആംഗുലാർ മൊമെന്റത്തിനുണ്ടാകുന്നത്. ഒമേഗ ഇങ്ങോട്ടാണെങ്കിൽ അതേ ഡയറക്ഷൻ ആയിരിക്കും ആംഗുലാർ മൊമെന്റം ഉണ്ടാകുന്നത്. ബോഡി ഇങ്ങനെ പ്രൊപ്പല്ലർ ഈ ആക്സിസിന് അഗെയിൻസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ് മീ വെർട്ടിക്കൽ ആക്സിസ്. ഈ വെർട്ടിക്കൽ ആക്സിസ് എന്താണ്? ഈ വെർട്ടിക്കൽ ആക്സിന് അബൌട്ട് ആയിരിക്കും പ്ലെയിൻ ലെഫ്റ്റോ റൈറ്റോ മൂവ് ചെയ്യും. ഈ കേസിൽ എന്താ? പ്ലെയിൻ ഈസ് ടേക്കിംഗ് എ ലെഫ്റ്റ് ടേൺ. പ്ലെയിൻ ലെഫ്റ്റ് ടേൺ എടുക്കണ്ടെങ്കിൽ വി ഷുഡ് ഇമാജിൻ അവർ സെൽഫ് സിറ്റിംഗ് ഇൻ ദ പ്ലെയിൻ. നമ്മൾ പ്ലെയിനിൽ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. പ്ലെയിനിൽ നമ്മൾ ഇരിക്കുമ്പോൾ പ്ലെയിൻ ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നതെങ്കിൽ പ്ലെയിൻ എങ്ങനെ തിരിയണം? പ്ലെയിൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിയണം അല്ലെ? ഈ ഡയറക്ഷനിലേക്ക് പ്ലെയിൻ തിരിയണം. ഇതാണ് പ്ലെയിനിന്റെ ലെഫ്റ്റ് ടേൺ. So that means if this is axis of precession, ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി പ്രസന്റ് എന്നുള്ള ഈ ഡയറക്ഷൻ P. കാരണം പ്ലെയിൻ ഇങ്ങോട്ടാ തിരിയുന്നത്.
Now what I'm going to do is, ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്, ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്, ആ പ്ലെയിനിലാണ് ഒമേഗ ഉള്ളത്. പ്ലെയിൻ ഓഫ് സ്പിൻ ആണ് ഇത്. ഇതിന്റെ മേലെ ടോപ്പിൽ ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്, ഓർ ഇതിന് പാരലായിട്ട് ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്. ദാറ്റ് ഈസ് പ്ലെയിൻ ഓഫ് പ്രിസിഷൻ. സോ ഡെഫിനറ്റ്ലി കപ്പിൾ ഉണ്ടാകുന്ന ഈ രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഈ പ്ലെയിനിലാണ് കപ്പിൾ ഉണ്ടാകുന്നത്. ഈ പ്ലെയിനിൽ കപ്പിൾ ഉണ്ടാവുണ്ടെങ്കിൽ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഐ ഹാവ് ടു ഡ്രോ ആൻ ആക്സിസ്. ആ ആക്സിസ് ഞാൻ ഇങ്ങനെയാണ്, ഇത് പെർപെൻഡിക്കുലർ ആക്സിസ്. Now since omega p is in this direction, ഇവിടെ ഇങ്ങോട്ടാണ് ലെഫ്റ്റ് ടേൺ എടുക്കുന്നത്, ഞാൻ എന്ത് ചെയ്യും? I am going to do what I am going to do is, ഈ ആംഗുലർ മൊമെന്റം വെക്ടർ ആണ്, ആ ആംഗുലർ മൊമെന്റം വെക്ടർ 90 ഡിഗ്രി ഞാൻ ഈ, അതായത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് പ്ലെയിൻ ഓർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രിസിഷൻ, പ്രിസിഷൻ ഏത് ഡയറക്ഷനിലേക്ക്, ആ ഡയറക്ഷനിലേക്ക് ഞാൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ഒമേഗ ഞാൻ 90 ഡിഗ്രി ഇങ്ങോട്ട് തിരിച്ചു. ഒമേഗ അല്ല, സോറി, ആംഗുലർ മൊമെന്റം വെക്ടർ ഇങ്ങോട്ട് തിരിച്ചു. സോ നൗ ഇപ്പൊ എന്താണ്, എനിക്ക് ഈ രണ്ട് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ആക്സിസ്, അതായത് പ്ലെയിൻ ഓഫ് സ്പിന്നിനും പ്ലെയിൻ ഓഫ് പ്രിസിഷനും പ്ലെയിൻ ഓഫ് സ്പിന്നിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു എയറോ ഹെഡ് കിട്ടി. Now this arrowhead is known as what? This is known as active gyroscopic couple is always perpendicular to an angular momentum. ഞാൻ ഈ ആംഗുലർ മൊമെന്റം വെക്ടറിന് പ്രിസിഷൻ ഈ ഡയറക്ഷനിലായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് 90 ഡിഗ്രി തിരിച്ചു. എനിക്ക് ഇവിടെ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ കിട്ടി. ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഇങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ മോഷനെ എഫക്ട് ചെയ്യാൻ പോകുന്ന റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ഇത് ഇങ്ങോട്ടാണെങ്കിൽ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ അതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഡയറക്ഷനിൽ. അപ്പൊ ഈ ഡയറക്ഷൻ എന്താ? ദിസ് ഈസ് റിയാക്റ്റീവ് gyroscopic ഇതാണ് ഡയറക്ഷൻ ഓഫ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. Now how will this reactive gyroscopic couple affect the movement of this particular body? അത് അറിയേണ്ടിക്കുന്നത് വെച്ചാൽ again തമ്പ് റൂൾ അപ്ലൈ ചെയ്യുക. റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഇങ്ങോട്ടാണെങ്കിൽ എന്റെ തമ്പ് ഞാൻ ഇങ്ങോട്ട് ഫേസ്, ഇങ്ങോട്ട് തമ്പ് ഡയറക്ഷൻ പോസ്റ്റ് ചെയ്താൽ look at how my fingers curl. ഇങ്ങനെയാണ് കേൾ ചെയ്യുന്നത്. ഇങ്ങനെ കേൾ ചെയ്യാന്ന് പറഞ്ഞാൽ if I look from this side, the fingers curl in this direction or ഇതിന്റെ ഡയറക്ഷൻ പറഞ്ഞാൽ ഇങ്ങനെ fingers ഇങ്ങനെ കേൾ ചെയ്യും. Just apply this direction to this body. ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിന്റെ എഫക്റ്റ് എനിക്ക് ഈ കേളിംഗ് ഓഫ് ഫിംഗേഴ്സിൽ കിട്ടിയതുപോലെ ഞാൻ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഇമ്പാർട്ട് ചെയ്യാം, ഇതിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനെ ഈ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്താൽ ഡയറക്ഷൻ ഈ ഡയറക്ഷന്റെ അർത്ഥം എന്താണ്? ഈ ബോഡിയിൽ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഈ ബോഡിയിൽ ഉണ്ടാകുന്ന മോഷൻ അല്ലെങ്കിൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഇറ്റ് വിൽ ബി ലിഫ്റ്റഡ് അപ്പ്, ഈ ഭാഗം ഇറ്റ് വിൽ ബി ലോവേർഡ്. Now this end of this aeroplane is known as the nose end. Then the nose end is nose of the aeroplane. This is our tail. So the effect of gyroscopic couple when the propeller of an aeroplane is rotating anti-clockwise and the plane is taking a left turn is the effect. എന്തൊക്കെയാണ് എഫക്റ്റ്? The nose gets lifted up and the tail gets lowered. So ഇങ്ങനെ പറക്കുന്ന ഒരു പ്ലെയിൻ, ഈ പ്ലെയിനിന്റെ പ്രൊപ്പല്ലർ ആന്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. പ്ലെയിൻ സഡൻ ആയിട്ട് ഇങ്ങനെ ലെഫ്റ്റ് ടേൺ എടുക്കുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ പ്ലെയിനിൽ ഉണ്ടാകുന്ന എന്താ? പ്ലെയിനിന്റെ നോസ് പൊന്തി ടെയിൽ താഴ്ത്തും. സോ ഇങ്ങനെ വരുന്ന ഒരു സാധനം ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ ഇങ്ങനെയായിട്ട് ലെഫ്റ്റ് ടേൺ പോകും. ഈ എക്സ്പ്രഷൻ ക്ലിയർ ആണോ? Yes, sir. Sir. This is the effect of gyroscopic couple.
Question ചോദിക്കാം കേട്ടോ. Explain the effect of gyroscopic couple on a moving aeroplane when the rotating part of the engine of the aeroplane, which is the propeller itself, is having an anti-clockwise rotation and the plane is taking a left turn. അതാണ് ഇത്. Now ഇതേ anti-clockwise direction propeller പോലും plane left turn പകരം right turn ആണ് എടുക്കുന്നത്. Imagine the plane is taking a right turn. ഈ പ്ലെയിൻ റൈറ്റ് ടേൺ ആണ് എടുക്കുന്നതെങ്കിൽ പ്ലെയിൻ എങ്ങോട്ട് പോകണം? ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇങ്ങോട്ടേക്ക് ഇത് ശരിയല്ല. ദാറ്റ് മീൻസ് പ്രിസിഷൻ വെലോസിറ്റി അതിന്റെ ഡയറക്ഷനിലാണ്. പ്രൊപ്പല്ലർ സ്റ്റിൽ ആന്റി ക്ലോക്ക്വൈസിലാവും. സോ പ്രൊപ്പല്ലർ ആന്റി ക്ലോക്ക്വൈസിൽ പോകുന്നതുകൊണ്ട് അപ്ലൈങ് ദ ഫസ്റ്റ് തമ്പ് റൂൾ എന്റെ ഫിംഗേഴ്സ് ഇങ്ങനെ കർവ് ചെയ്യും, തമ്പ് ഇങ്ങോട്ട് ഫിക്സ്. ദാറ്റ് മീൻസ് velocity, angular velocity vector, I will get in this direction. That will be same for angular momentum vector also. But since the precision is towards that direction, then ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ആംഗുലർ വെലോസിറ്റി വെക്ടർ ആംഗുലർ മൊമെന്റം വെക്ടറിനെ ഞാൻ എന്ത് ചെയ്യും? 90 ഡിഗ്രി ഇങ്ങോട്ടേക്ക് തിരിക്കും. In the direction of rotation of precision. Precision ഡയറക്ഷനിലേക്ക് ഞാൻ ഈ ആംഗുലർ മൊമെന്റ് വെക്ടർ തിരിക്കും. സോ ഈ ഡയറക്ഷനിലേക്കാണ് കിട്ടുന്നതായിരിക്കും ഈ കേസിൽ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. If this is active gyroscopic couple, അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. സോ ഈ കേസിൽ ഇതാണ് റിയാക്റ്റീവ് gyroscopic couple. If this becomes the reactive gyroscopic couple, again apply the thumb rule. Thumb ഈ ഡയറക്ഷനിൽ വെക്കുക. Thumb ഈ ഡയറക്ഷനിലാണ് വെക്കുന്നതെങ്കിൽ എന്റെ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇങ്ങനെ കേൾ ചെയ്യും. Thumb ഈ ഡയറക്ഷനിലേക്കും ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഇങ്ങനെ. That means ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ thumb കേൾ ചെയ്യുന്ന ഇങ്ങനെയാണ്. Apply this direction of rotation to the moving body. ഈ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത് എന്താ സംഭവിക്കുക? ഈ ആന്റി ക്ലോക്ക്വൈസ് ആണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ഫോർ എ മൂവിംഗ് എയറോപ്ലെയിൻ when the propeller is rotating in the anti-clockwise direction and the airplane is taking a right turn, what happens? The tail gets lifted up while the nose gets lowered. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കും. എഫക്ട് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ മൂവിംഗ് എയറോപ്ലെയിൻ എന്നിട്ട് അതിന്റെ കണ്ടീഷൻസ് വരും. ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇനി ഇതേ കണ്ടീഷൻ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാം? നോസ് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ പ്ലെയിൻ ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ പ്ലെയിൻ റൈറ്റ് ടേൺ എടുക്കുമ്പോൾ എന്താണ് എഫക്ട്? ഇതേ ഫോർമാറ്റിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. അറ്റൻഡൻസ് പറഞ്ഞേ.